ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മിറാക്കിളിനെ കുറിച്ചാണ്. ഇത് ഡോക്ടർ വിന്നിയെക്കുറിച്ച് ആദ്യമേ പറയട്ടെ. ഡോക്ടർ വിന്നി പ്രൊഫഷൻ വൈസ് US-ലെ ഒരു പീഡിയാട്രീഷ്യനായിരുന്നു. പക്ഷേ ഡോക്ടർ വിന്നിയെ ബാബ ഡിവോട്ടീസിന് അറിയപ്പെടുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാബ ഡിവോട്ടി ആയിരുന്നു കേട്ടോ. ഡോക്ടർ വിന്നി ഇന്ത്യയിൽ വരികയും ഇവിടെ വന്ന് ബാബ നടത്തിയിട്ടുള്ള ഓരോരോ ആൾക്കാരുടെ ജീവിതത്തിൽ ബാബ നൽകിയിട്ടുള്ള മിറാക്കിൾസിനെ കുറിച്ച് ഒരുപാട് ബാബയുടെ മിറാക്കിൾസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയും അതിനെയൊക്കെ ബുക്സായിട്ടും ഡോക്യുമെൻറ്റ്സായിട്ടും ഒക്കെ ശേഖരിച്ച് അതിനെയൊക്കെ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ താനൊരു ബാബ ഡിവോട്ടിയായി മാറിയതിന് ശേഷം സ്വന്തം ജീവിതത്തിൽ ബാബ കൊടുത്തിട്ടുള്ള മിറാക്കിൾസിനെ കുറിച്ചുമൊക്കെ ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ വിന്നി തൻ്റെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മിറാക്കിളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ മിറാക്കിള് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ മെയിനായിട്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം ധാരാളം ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ, കടങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഫാമിലിയാണ്. അതിനോടൊപ്പം തന്നെ അവർക്ക് രണ്ടുപേർക്കും വല്ലാത്ത മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ. അവർ ഒരു സംഭാഷണം തുടങ്ങിയാൽ തന്നെ അത് അവസാനിക്കുന്നത് വലിയ വലിയ തർക്കങ്ങളിലൂടെയും വലിയ വലിയ വഴക്കുകളിലൂടെയും ആയിരുന്നു കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു തർക്കം നടക്കാത്ത ഒരു ദിവസവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിൽ വൈഫ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ബാബ ഡിവോട്ടി ആയിരുന്നു. അവരുടെ സങ്കടങ്ങളെല്ലാം അവർ ഷെയർ ചെയ്തിരുന്നത് ബാബയോടായിരുന്നു. ബാബയുടെ ഒരു ഫോട്ടോ എപ്പോഴും അവർ കൂടെ കരുതിയിരുന്നു. അപ്പോൾ ഡെയിലി അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. എന്തൊക്കെ തന്നെ അവർ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ നോക്കിയിരുന്നാൽ പോലും അവർ തമ്മിലുള്ള വഴക്ക് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു രാത്രി അവർ തമ്മിൽ സ്ഥിരമായിട്ടുള്ളതുപോലെ ഒരു തർക്കം നടക്കുകയാണ്. വലിയ വഴക്കിലോട്ട് അത് പോവുകയാണ്. അപ്പോൾ രണ്ടുപേരും മാറി മാറി അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവരുടെ ഓരോ ബുദ്ധിമുട്ടുകളും അവർ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി വലിയ വഴക്കിലോട്ട് മാറുകയാണ്. അപ്പോൾ ആ വഴക്ക് കഴിയുന്ന സമയത്ത് ആ വൈഫ് അവർക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണ്. കാരണം ഇങ്ങനെ ആയല്ലോ എൻ്റെ ജീവിതം, ഞാൻ ഇത്രയൊക്കെ സഹിച്ചിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ കഷ്ടതകൾ എൻ്റെ ജീവിതത്തിലുള്ളപ്പോഴും നമ്മൾ തമ്മിൽ ഒരു നല്ലൊരു സംഭാഷണം പോലും ഇല്ലാതായി പോയല്ലോ. ഇപ്പോഴൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ വഴക്ക് മാത്രമാണല്ലോ ഉള്ളത് എന്നൊക്കെയുള്ള ചിന്തയിൽ അവർ വല്ലാതെ അങ്ങ് കരയുകയും ബാബയുടെ ഫോട്ടോ നോക്കി അവർ പ്രാർത്ഥിക്കുകയാണ്. ബാബ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്നും വഴക്കുകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് പറയത്തക്ക ഒരു സന്തോഷ നിമിഷങ്ങളോ സന്തോഷമായ ഒരു വാക്കോ ഒന്നും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഈ ദുഃഖം താങ്ങാനും പറ്റുന്നില്ല. ഓരോ ദിവസവും എൻ്റെ ദുഃഖം കൂടുന്നതല്ലാതെ കുറയുന്നതുമില്ല. അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതും എനിക്കറിയില്ല. എനിക്കിത് പറയാൻ ബാബ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ എൻ്റെ ഈ ഒരു പ്രശ്നത്തിന് ബാബ അതിവേഗം ഒരു പരിഹാരം എനിക്ക് നൽകണം. അതല്ലെങ്കിൽ ബാബ എന്നെ സംരക്ഷിക്കുന്നുണ്ട്, എൻ്റെ കൂടെയുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ സ്വപ്നത്തിൽ ബാബ എൻ്റെ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം ഉറപ്പായിട്ടും നൽകിയിരിക്കണം. ആ ഒരു പരിഹാരം മാത്രം മതി എൻ്റെ ജീവിതം ഇനിയും മെച്ചപ്പെടാൻ എന്ന് പറഞ്ഞ് കരഞ്ഞു പറയുകയാണ് അവർ. കാരണം അവരുടെ മുമ്പിൽ വേറെ ഒരു സൊല്യൂഷനും ഇല്ല ഈ ഒരു പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട്. പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് തന്നെ ഉറങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് രാത്രി സ്വപ്നത്തിൽ അവർ കാണുന്നത് ബാബയുടെ വ്യക്തമായ രൂപം. പറയാൻ കാരണം ആ ഒരു സ്വപ്നം അത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമായി നടക്കുന്നതാണോ എന്ന് പോലും തോന്നത്തക്ക വിധത്തിൽ ബാബയുടെ വ്യക്തമായ രൂപം അവർ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ വൈഫ് അവരിയ്ക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാബ ഇരിക്കുകയാണ്. ബാബയുടെ മുഖം വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ബാബ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് വെള്ള കഫ്നിയിലാണ് ബാബ അവർക്ക് സ്വപ്നദർശനം നൽകിയത്. അതിനോടൊപ്പം ബാബ പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു വ്യാഴാഴ്ച നിനക്കുറപ്പായും പരിഹാരം ലഭിച്ചിരിക്കും. പക്ഷേ അതുവരയ്ക്കും നീ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ വഴക്കുകൾ ഉണ്ടായിരുന്നാൽ പോലും, ഇനി എന്തൊക്കെ സംഭവിച്ചിരുന്നാൽ പോലും നിൻ്റെ ഭാഗത്തു നിന്നും ഒരു തർക്കമോ ഒരു എതിർപ്പോ ഒരു വാക്കോ അതിനെപ്പറ്റി തിരിച്ചു മിണ്ടാൻ പാടില്ല. അത്രയും ദിവസം വ്യാഴാഴ്ച വരയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വഴക്കുകൾ സംഭവിച്ചിരുന്നാലും നീ ചെയ്യേണ്ടത് മൗനം പാലിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നീ ചെയ്യുന്ന സമയത്ത് ഈ വ്യാഴാഴ്ച നിൻ്റെ ജീവിതത്തിൽ നിന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഉറപ്പായി ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അവരും സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഒന്നും അറിയില്ല. പറഞ്ഞ വാക്കുകൾ മാത്രം, ബാബയുടെ രൂപവും പറഞ്ഞ വാക്കുകളും വളരെ വ്യക്തമായി അവരുടെ മനസ്സിലുണ്ട്.
അങ്ങനെ അവരന്ന് തുടങ്ങി, അടുത്ത ദിവസം തുടങ്ങി വ്യാഴാഴ്ച വരുന്നത് വരയ്ക്കും. ഇതിനിടയിൽ ഹസ്ബൻഡ് ഒരുപാട് വഴക്കുകൾ നടത്തുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. പക്ഷേ ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും, ഓരോ വഴക്കുകൾ വരുമ്പോഴും തിരിച്ച് തർക്കിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് ഈ സ്വപ്ന ദർശനം ഓർമ്മ വരികയാണ്. ബാബ പറഞ്ഞ മൗനം പാലിക്കുക എന്നുള്ള വാക്ക് ഓർമ്മ വരുമ്പോൾ അവരെന്ത് ചെയ്യും? പ്രതികരിക്കില്ല, അതിനൊന്നും പ്രതികരിക്കില്ല. ഹസ്ബൻഡ് എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെ വ്യാഴാഴ്ച എത്തി. വ്യാഴാഴ്ച ദിവസം പതിവിലും വിപരീതമായി വലിയൊരു വഴക്ക് നടക്കുകയാണ് അവരുടെ വീട്ടിൽ. ഹസ്ബൻഡ് വളരെ ദേഷ്യത്തിലാണ്, എന്തോ ഒരു വലിയൊരു പ്രോബ്ലം നടക്കുകയാണ്. അപ്പോൾ അവർക്ക് കൺട്രോൾ, നമ്മൾ പറയില്ലേ, എൻ്റെ ക്ഷമ നശിച്ചു, തിരിച്ച് എനിക്ക് പറഞ്ഞേ ആകൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴും പെട്ടെന്ന് അവരുടെ മനസ്സിൽ ആ ഒരു സ്വപ്നം ഓർമ്മ വരികയാണ്. അവരപ്പോഴും മൗനം പാലിക്കുകയാണ്. ബാബ പറഞ്ഞ ആ ഒരു വാക്ക് ഞാൻ പാലിക്കണമല്ലോ എന്നുള്ള രീതിയിൽ മൗനം പാലിക്കുന്നു. ആ വഴക്ക് അങ്ങനെ കഴിയുന്നു. പക്ഷേ അന്ന് രാത്രി പതിവില്ലാതെ അത്രയും ദിവസം വഴക്കുകൾ പറഞ്ഞ് വെറും ശകാരം മാത്രം കേട്ടുകൊണ്ടിരുന്ന അവരുടെ ഹസ്ബൻഡ് പതിവില്ലാതെ അവരോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ഇത്രയും വഴക്കുകൾ ഉണ്ടാക്കിയതിനും അത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് ആദ്യമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു സംഭാഷണം അവർ തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം ഈ ഒരാഴ്ചയും ഹസ്ബൻഡ് എന്തൊക്കെ പറഞ്ഞിട്ടും റിയാക്ട് ചെയ്യുന്നില്ല വൈഫ്. അതിനെല്ലാം കേട്ട് സൈലൻ്റോട് വളരെ ക്ഷമയോടുകൂടി സൈലൻ്റായിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം അറിയാതെ ഒരു മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അതിലൊരു പശ്ചാത്താപം തോന്നി എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അവർ ക്ഷമ ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായും വൈഫും തിരിച്ച് ഞാനും ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും ഞാനും മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുകയും അന്ന് അവർക്ക് മനസ്സിലായി എന്തൊക്കെ തന്നെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നാൽ പോലും നമ്മളത് വളരെ ശാന്തമായി സമാധാനത്തോടെ കൈകാര്യം ചെയ്താൽ അതിനെല്ലാം ഒരു പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കുകയും അന്ന് തുടങ്ങി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ വഴക്കുകൾ കുറയുകയും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരികയും ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാബയ്ക്ക് നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം തരണമെങ്കിൽ അതിന് ബാബ ണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ ചില തോന്നലുകൾ, ചെറിയൊരു സ്വപ്നമായിക്കോട്ടെ, അതുമാത്രം മതി നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ബാബയ്ക്ക് സൃഷ്ടിക്കാനാക്കും. നമ്മളും ആ കഥയിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് തർക്കങ്ങൾ കഴിവതും ഒഴിവാക്കുക. എത്ര മോശമായ സിറ്റുവേഷൻ ആയാലും സമാധാനത്തോടെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക കേട്ടോ. ആ ഒരു സമാധാനത്തിൽ തന്നെ ബാബയുടെ സാമീപ്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ കഥ കേൾക്കുന്നവരെല്ലാവരും ശ്രദ്ധ, സബൂരി രണ്ടും സദാ ഒരു മന്ത്രം പോലെ പറയുക കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ബാബ നൽകട്ടെ. ഓം സൈറാം.